എക്സലിൽ കൗണ്ട് ഇഫിനെ കുറിച്ച് പഠിക്കാം. കൗണ്ട് ഇഫ് യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതിൻ്റെ കൗണ്ടിങ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ടേബിളിൽ കുറച്ച് സ്റ്റുഡൻസും അവരുടെ ക്ലാസ്സും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന 9th ഉം 10th ആണ്. അപ്പോൾ 9th എത്ര സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്, 10th എത്ര സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത് എന്ന് കൗണ്ട് ഇഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 9th 3 സ്റ്റുഡൻസ് ആണ് ഇതിൽ ഉള്ളത്. 1 2 3 സ്റ്റുഡൻസ്. ഇതിൻ്റെ ഫോർമുല വന്നിട്ട് ഫിസിക്കൽ ടു കൗണ്ട് ഇഫ് റേഞ്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താണോ കൗണ്ട് ചെയ്യേണ്ടത് അത് ഡബിൾ കോട്ട്സിൽ കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ നോക്കാം. ഫിസിക്കൽ ടു കൗണ്ട് ഇഫ് ടൈപ്പ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം റേഞ്ച് സെലക്ട് ചെയ്യുക. എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം ക്രൈറ്റീരിയ എന്താണോ ക്രൈറ്റീരിയ കൊടുക്കണം, എന്താണോ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മൾ 9th എന്നുള്ളത് കൊടുത്തു. 9th ക്ലാസ്സിൽ അത് ഡബിൾ കോട്ട്സിൽ കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്തു. ഒന്നുകൂടെ നോക്കാം. ഈക്വൽ ടു കൗണ്ട് ഇഫ് സെലക്ട് ചെയ്തു, റേഞ്ച് സെലക്ട് ചെയ്യുന്നു, ക്രൈറ്റീരിയ ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്നു, ക്രൈറ്റീരിയ 10th ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. 5 പേരാണ് 10th പഠിക്കുന്നത്. ഇതാണ് കൗണ്ട് ഇഫ്.